ഫ്രണ്ടിൻ്റെ കൂടെ 1v vs കളിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു 1v vs. ഞാൻ കൊല്ലാൻ വേണ്ടി ഓടും കേട്ടോ. എന്നിട്ട് ഓടിയിട്ട് അവൻ ഗ്ലൂവാലൊക്കെ ഇട്ട് അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവൻ നമ്മൾ തോപ്പിക്കണം. കുറച്ച് ഡാമേജ് തന്നായിരുന്നു. എന്നാലും ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്തോട്ട് പോയിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടി പോയി. എന്നാലും ചമ്മിപ്പോയി ഗൈസ്. എന്നിട്ട് എക്സോട്ട് അടിക്കില്ല, ഞാൻ കുറച്ച് മെഡിക്കേറ്റൊക്കെ അടിച്ചു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്തോട്ട് പോകാം. അവൻ അവിടെ നിന്ന് തന്നെ പ്രതീക്ഷിച്ചു, ഞാൻ കണ്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. വന്ന് ഡാമേജ് കൊടുത്താണ് ഞാൻ പോകുന്നത്. സ്റ്റെപ്പായാണ് പോകുന്നത്. അപ്പം എന്നിട്ട് അവൻ അങ്ങോട്ട് ഗ്ലൂവാലിട്ട് സോണൊക്കെ എടുത്തു പോയി. പിന്നെ ഞാൻ അവന് സോണി ഉണ്ടായിരുന്നു. ഞാൻ സോണി കാരണം നമുക്ക് ചിലപ്പോൾ കൊല്ലാൻ പറ്റിയില്ല, നമ്മളെ കൊല്ലുമായിരിക്കും ഹെഡ് ഷോട്ട് അടിക്കുക. ഞാൻ പിന്നെ ലൂട്ട് എടുത്തു. ലൂട്ട് പോട്ടെ, ഈ ഷോപ്പിൽ പോയിട്ട് ഞാൻ എടുത്തത് വുഡ് പെക്കറും പിന്നെ MP40 ആണ്. അപ്പം അതാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വുഡ് പെക്കറും MP40 വെച്ചും അത്യാവശ്യം MP40 വെച്ച് നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാം. അപ്പോൾ ഞാനത് ഒരു ഹെഡിൽ കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവന് കുറച്ച് ഡാമേജ് കൂടുതൽ കിട്ടി. അവൻ പറന്ന് ഓടുക. എന്ത് ചെയ്യാനാ, അവൻ ഓടുക. എന്നിട്ട് അവൻ്റെ പുറകെ ഞാനും ഓടി. അവനെ പിടിക്കണമല്ലോ. ഞാൻ എന്നിട്ട് അവനെ കുറച്ച് ഡാമേജ് കൊടുത്തു. അറിയാതെ ഈ മറ്റേ ഇതില്ലേ നമുക്ക് എന്തോ ഒരു ഷോപ്പ് പോലെ കിട്ടുന്നത്, അപ്പം അതിനകത്ത് കയറി പിടിക്കലാണെന്നു. പിന്നെ ഞാൻ അധികം മറ്റേ റിപ്പയർ ചെയ്യുകയും മറ്റേ വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്യുന്ന സാധനം, ഹെൽമെറ്റൊക്കെ റിപ്പയർ ചെയ്യുന്ന സാധനമാണ്. അതെല്ലാം റിപ്പയർ ചെയ്യാൻ വേണ്ടി കുറേ സാധനം ഞാൻ. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും MP40 തന്നെ വുഡ് പെക്കറുമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് എടുത്ത് കളിക്കാൻ വേണ്ടി. പിന്നെ MP40 ലോങ് ലേസർ അല്ലല്ലോ, ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് തന്നെ അവരെ കുറച്ച് ഞാൻ വുഡ് പെക്കർ കൊണ്ട് കുറച്ച് ഞാൻ ഡാമേജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് MP40 എടുത്ത് തന്നെ ഞാൻ കളിക്കാൻ വേണ്ടി പോകും. MP40 എടുത്ത് ഞാൻ ഹെഡാണ് നോക്കുന്നത്, ഹെഡ് അടിച്ച് കൊല്ലാണ്. പക്ഷേ ഹെഡ് അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. ഒരു ഹെഡ് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നിട്ട് അവൻ കിടന്ന് ഓടുക കേട്ടോ ഗൈസ്. എന്ത് ഇവനെ എന്തോ പറയാനാണ്, അവൻ ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട്. അവിടെ ഗുളുവാളിയിരുന്നു, ഇവിടെ ഗുളുവാളിയിരുന്നു. എന്താണിത്. എന്നിട്ട് അവൻ അവിടെ പോയിട്ട് ഇതെടുക്കാൻ വേണ്ടി, എയർ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി ഓടി ഗൈസ്. ഇനി അവൻ അതെടുത്തിട്ട് വല്ല MAT എക്സ് വല്ലതും കിട്ടി. വെറുതെ അല്ല, എക്സ് കിട്ടി ഗൈസ്. എന്തോ അവന് പെട്ടെന്ന് എന്നെ കൊന്നു ഗൈസ്. എന്തോ കിട്ടി അവനെന്തോ കിട്ടി, എന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടു. ഞാൻ പിന്നെ MP40 പിന്നെ N4G MAG കണ്ട് എടുത്തു. വേറെ തോക്കും കൂടി എടുത്തു. അതെടുത്താണ് പിന്നെ ഞാൻ എടുത്തത്. MP40 ആണ് ഞാൻ കളിക്കാറ്. MP40 വെച്ച് നന്നായിട്ട് കിടിലായിട്ട് കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹെഡ് ഷോട്ടിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു സാധാരണ കിടില് കിട്ടി. അത് സമാധാനം. എന്നിട്ട് ഞാൻ പിന്നെ MP40 വുഡ് പെക്കറും എടുത്തു. അതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. പിന്നെ അല്ലെങ്കിൽ 2 ലോങ് റേഞ്ചർ അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് രണ്ടും. അപ്പോൾ നമുക്കൊരു വുഡ് പേക്കറും കൂടി ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. അങ്ങനെയാണെങ്കിൽ അവൻ ദൂരമുള്ളെങ്കിൽ അവനെ എടുത്ത് കൊല്ലാമല്ലോ. എന്നിട്ട് ഞാൻ അവൻ എയർ ഡ്രോപ്പിൽ പോയി എയർ ഡ്രോപ്പ് എടുക്കാനാണ്. എനിക്ക് മനസ്സിലായി ഇവൻ എയർ ഡ്രോപ്പ് എടുത്താൽ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ AW കിട്ടും. ശരിക്കും അവന് ഞാൻ എഗ് ഷോട്ട് തന്നെ അടിക്കും. ഞാൻ ഇങ്ങനെ കുത്തിപ്പിടിച്ച് എഗ് ഷോട്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ആക്കി എഗ് ഷോട്ട് അടിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് അവന് എഗ് ഷോട്ട് എനിക്ക് അവനെ കൊല്ലാൻ വേണ്ടി പറ്റി, എഗ് ഷോട്ട് അടിച്ച് കൊല്ലാൻ വേണ്ടി പറ്റി. ഞാൻ അവനെ വിടത്തില്ല, ഞാൻ എന്നാലും കൊല്ലും ഗൈസ്. അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ അവിടെ കിടന്ന് കുറേ നേരം ഇരുന്ന് തപ്പോ സാധനം അവനെ കൊല്ലണം. അതുകൊണ്ടാണ് ഈ ഗ്ലൂ വാൾ കിട്ടുക. അല്ലെങ്കിൽ എപ്പോൾ പണിയാകുമ്പോൾ ഞാൻ ഡ്രോപ്പ് എടുക്കുന്നിടത്ത് അപ്പം ഞാൻ പറഞ്ഞതുള്ളൂ, ഇതാ പുറകിൽ നിന്ന് തന്നെ അവൻ കയറി. പിന്നെ ചാടി വീണ്ടും കയറി വന്ന് എന്നാ സ്പീഡാണെന്നറിയോ അവൻ. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് വരെ അവൻ എന്നെ കൊന്നു ഗൈസ്. റിവെഞ്ച് എന്നെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അവനും ഇപ്പം 3 ആവുമായിരിക്കും. ഇനി 3 4 നമ്മൾ സെയിം ടു സെയിം ആവും. അതുകൊണ്ട് തന്നെ അവനെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. അവൻ ദേഷ്യം വന്നാൽ അടിച്ച് കൊല്ലും ഗൈസ്, അതറിയാം.
അറിയാവോ? എന്നിട്ട് ഞാൻ അവൻ്റെ അവനെ പിടിക്കാൻ വേണ്ടി അവനെ ഏത് വഴിക്കാണ് വരുന്നതെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. കുറച്ച് എക്സട്ട് കയറി എക്സോട്ട് അതുപോലെ ഹെഡ് കയറി എന്നാലും പറ്റിയില്ല കേസ്. അവൻ ഇടയ്ക്കൂടെ പിന്നെ എനിക്ക് മനസ്സിലായി അവൻ ഇടയ്ക്കൂടെ വന്ന് കൊല്ലുമെന്ന്. ദാണ്ട കിടക്കുന്നു കണ്ട, പറഞ്ഞില്ല അതാവണ്ടോ വരുന്നു. അത് അങ്ങനെ വന്നു. പിന്നെ ഞാൻ ലൂട്ട് പിന്നെ എടുത്തു. MP40 എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടും എടുത്ത് കളിക്കാമല്ലോ, ബുള്ളറ്റ് കയറുമ്പോൾ അതെടുത്ത് കളിക്കാമല്ലോ എന്ന്. ഞാൻ ഷോർട്ട് റേഞ്ച് എടുക്കത്തുള്ളൂ. കുത്തിപ്പിടിക്കൽ കാണും. ഞാൻ മറ്റേ ആകാശത്തിലാണെങ്കിൽ ഞാൻ ആ സാധനം ഷോർട്ട് റേഞ്ച് വെച്ച് കൊടുക്കില്ല, ലോങ് റേഞ്ച് വെച്ച് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഞാൻ എയർ ഡ്രോപ്പിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അവൻ എന്നെ കൊല്ലാൻ വേണ്ടി ഓടി വന്നു, വീണ്ടും എന്നെ കൊന്നു. അവൻ അത്യാവശ്യം പ്രോ ആട്ടോ, വിട്ടോന്നൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം പ്രോ ഉണ്ട് അവന്. എന്നിട്ട് ഞാൻ വീണ്ടും MP40 P90 എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ P90 വെച്ച് കളിക്കാം. അവൻ P90 വെച്ചാണ് കളിച്ചത്, എന്നാൽ ഞാനും P90 എടുക്കുമെന്നും പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ഞാനും P90 എടുത്തു. ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഹെഡ് കയറി ഫസ്റ്റ്. ഹെഡ് കയറി. എന്നാലും ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അവൻ പുറകില്ലേ. ഞാൻ കുറച്ച് ഹെഡ് കൊടുത്ത് ഇച്ചിരി രക്തം കൂടെ മതിയായിരുന്നു അവന് ചത്തുപോകാൻ. പക്ഷെ എന്നാലും പറ്റിയില്ല. എന്നിട്ട് ഞാൻ P90യും MP40 എടുത്തിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല. ഞാനിത് എടുത്തു, രണ്ടെണ്ണം എടുത്തു. രണ്ട് കളിപ്പിച്ച് അവന് പിന്നെയും കൊന്നിട്ട് വേണമെന്ന് പറഞ്ഞ് ഓടുവാണ് ഞാൻ. പക്ഷേ കിട്ടുമോ ആവുമോ എനിക്ക് ദൈവത്തിനറിയാം. ഞാൻ എന്നിട്ട് ഓടിയിട്ട് തന്നെ അവൻ അങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങി എന്നെ ഒരു എക്സോട്ട് അടിച്ച് കൊന്നു ഗൈസ്. എക്സോട്ടാണെന്ന് തോന്നുന്നു, എക്സോട്ട് അടിച്ച് കൊന്നു. അതാ അത്രയ്ക്ക് വേഗം. പിന്നെ ഞാൻ വുഡ് പെക്കറും MP40 തന്നെ. പിന്നെ ഞാൻ അത് തന്നെ എടുക്കാം ഇന്ന് റിവെഞ്ച് എടുത്തിട്ട് തന്നെ ഞാൻ കാര്യമുള്ളെന്ന് പറഞ്ഞു. കണ്ടോ അവൻ്റെ ഓട്ടം കണ്ടില്ലേ? ഞാൻ റിവെഞ്ച് എടുത്താലേ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് അവിടെ നിന്നു. എന്തായാലും ഈ ഒരു കളിയും കൂടി ജയിച്ചാൽ ഞാൻ തോറ്റു പോകും. എന്തായാലും ഒരു കളിയും കൂടി ജയിക്കാം, അത് തന്നെ വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷേ എന്നാലും എനിക്ക് ഡിഫീറ്റ് ആവാനൊരു ഇതായിപ്പോയി ഗൈസ്. പിന്നെ ഫയർ ബാട്ട് കാണില്ല, ഞാൻ ഫ്രീ ഫയർ സ്ക്രീൻ റെക്കോർഡാണ്, അല്ലാത്ത സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ ലാഗാണ് ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നത്. പിന്നെ പുറകോട്ട് പോയപ്പോൾ അവിടെ ഞാനൊരു കില്ലങ്ങ് എടുത്തു. റിവെഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. പക്ഷേ ജയിക്കോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടറിയൂ. ജയിക്കോ ഇല്ലയോ എന്നാണ്, നമ്മൾ ജയിക്കുന്ന കാര്യമാണ് നിങ്ങളെല്ലാവരും കാണണ്ടേ. ഞാൻ ജയിക്കുന്ന കാര്യമാണ് നിങ്ങളെല്ലാവരും കാണണ്ടേ. ഞാൻ എന്നിട്ട് MP40യും വുഡ് പെക്കറും എടുത്തിട്ടുണ്ട്. അത് തന്നെയുള്ളൂ, ഇൻ കേസ് അത് തന്നെ എടുക്കത്തുള്ളൂ. കാരണം പക്ഷേ ഈ വഴി വരില്ലേ എന്ന് പറഞ്ഞ ഈ വഴി വരില്ലെന്ന് വിചാരിച്ച് ഞാൻ ഈ വഴി വന്നു, അവനെന്നെ കൊന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഞാൻ ഡിഫീറ്റ് ആയിപ്പോയി ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.